സഹയാത്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കൊച്ചിയിൽ 500 വർഷം പഴക്കമുള്ള ഒരു ദേവാലയമുണ്ട്. മറ്റേതുമല്ല, കൊച്ചിക്കാരുടെ സ്വന്തം വല്ലാർപാടം പള്ളി. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് 1524 ഈ പള്ളി സ്ഥാപിതമായതായി ചരിത്രത്തിലെ രേഖകൾ സൂചിപ്പിക്കുന്നു. വിശ്വാസികൾക്ക് വേളാങ്കണ്ണി പോലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വല്ലാർപാടം. വല്ലാർപാടത്തമ്മയുടെ തിരുസ്വരൂപമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും ചിലത്. 1524 വല്ലാർപാടത്ത് പരിശുദ്ധ മാതാവിൻ്റെ പേരിൽ സ്ഥാപിതമായ ഏഷ്യയിലെ ആദ്യ ദേവാലയത്തിൽ പോർച്ചുഗീസ് മിഷണറിമാർ കാരുണ്യ മാതാവിൻ്റെ ചിത്രം പ്രതിഷ്ഠിക്കുന്നു. 1676 വെള്ളപ്പൊക്കം മൂലം ദേവാലയം നശിക്കുന്നു. മലവെള്ളത്തിൽ ഒഴുകിപ്പോയ മാതാവിൻ്റെ ചിത്രം പാലിയത്ത് രാമൻ വലിയച്ഛൻ വീണ്ടെടുക്കുന്നു. ദേവാലയത്തിലേക്ക് കെടാവിളക്ക് നൽകുന്നു. ദേവാലയ നിർമ്മാണത്തിന് ഭൂമി ദാനം ചെയ്യുന്നു. മാതാവിൻ്റെ അത്ഭുത ചിത്രം വിശ്വാസികൾക്ക് കൈമാറിയ സ്ഥലത്ത് കൊടിമരം നിർമ്മിക്കുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്തമ മാതൃക. 1718 വിമോചകനാഥയുടെ സഖ്യവും അടിമ സമർപ്പണവും ആരംഭിക്കുന്നു. 1750 ബന്ധന വിമോചകനാഥയുടെ കൊംബ്രേരിയ സഖ്യത്തിന് റോമിൻ്റെ അംഗീകാരം ലഭിക്കുന്നു. 1752 വഞ്ചി അപകടത്തിൽ പള്ളിവീട്ടിൽ മീനാക്ഷിയമ്മയും കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. 1888 വല്ലാർപാടം പള്ളിയുടെ അൾത്താരയെ ലിയോ 13 മാർപ്പാപ്പ ഒരു പ്രത്യേക പദവിയിലേക്ക് ഉയർത്തുന്നു. 1895 ലെഒനാർഡ് മെത്രോപൊലിത്ത ദേവാലയത്തെ സമ്പൂർണ്ണമായി അഭിഷേകം ചെയ്യുന്നു. 1951 ഭാരത സർക്കാർ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയത്തെ പ്രഖ്യാപിക്കുന്നു. 2002 കേരള സർക്കാർ ഈ ദേവാലയത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 2004 സെപ്റ്റംബർ 12 ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയത്തെ ഉയർത്തുന്നു. 2004 ഡിസംബർ 1 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബസലിക്കയായി ഈ ദേവാലയത്തെ ഉയർത്തി. 2016 ഇവിടുത്തെ അൾത്താര ജപമാല സഖ്യ അൾത്താരയായി ഉയർത്തി. 2024 സെപ്റ്റംബർ 24 500-ാം വാർഷികവും ആഘോഷിക്കുന്നു. എറണാകുളത്ത് എത്തിച്ചേരുന്നവർക്ക് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ ഈ ദേവാലയത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ആലുവ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കളമശ്ശേരിയിൽ നിന്നും കണ്ടെയ്നർ റോഡ് വഴി 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ദേവാലയത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പറവൂർ വരാപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവർ ചേരാനല്ലൂർ ജംഗ്ഷനിൽ നിന്നും 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ദേവാലയത്തിൽ എത്തിച്ചേരാം. ഫോർട്ട് കൊച്ചി ഭാഗത്തു നിന്ന് വരുന്നവർ ജങ്കാർ കടന്ന് വൈപ്പിനിൽ എത്തിയ ശേഷം 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ദേവാലയത്തിൽ എത്തിച്ചേരാവുന്നതാണ്. തിരുമുറ്റം വൃത്തിയാക്കാൻ നിരവധി ചൂലുകൾ സജ്ജമാക്കിയിരിക്കുന്നു. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിവർത്തിച്ചു കിട്ടുവാൻ വിശ്വാസികൾ തിരുമുറ്റം വൃത്തിയാക്കുന്നു.
1914 പള്ളി വികാരി ഫാദർ തോമസ് മുള്ളൂർ 3 പള്ളിമണികൾ ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്ന് പള്ളിയിൽ സ്ഥാപിച്ചു. 10/10/2010 പള്ളി വികാരി ഫാദർ തോമസ് പുളിക്കൽ പുതുക്കിപ്പണിത മണിമാളിക ആശീർവദിച്ചു. പള്ളിയുടെ ഇരുവശങ്ങളിലും ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കയറി ഗോപുരത്തിന് മുകളിൽ ചെന്നാൽ കൊച്ചിയുടെ മനോഹര ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. സെപ്റ്റംബർ 24 500 വർഷം തികയ്ക്കുന്ന ഈ പള്ളിയുടെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ എല്ലാ വിശ്വാസികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.